ജനകീയ സമരത്തിനിവിടെ എത്തിയിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്നേഹമുള്ള പോലീസ് ഫോറസ്റ്റ് ഓഫീസേഴ്സ്, നമ്മളിവിടെ നമ്മുടെ പ്രതിഷേധം അറിയിക്കാനായിട്ട് തിരികെ വനവും വകുപ്പ് നമ്മുടെ കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശാണ് എടുത്തുകൊണ്ട് പോയത്. കാട്ടിലെ കുരിശല്ല, കൈവശ ഭൂമിയിലെ കുരിശാണ്. അത് തെറ്റിദ്ധാരണ മാറ്റണം. അതുകൊണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. നിലപാടുകളുണ്ട്, വ്യക്തമായ നിലപാടുകളാണ്. അതുകൊണ്ട് വെറുതെ ഞങ്ങളെ പ്രകോപിപ്പിക്കാനായിട്ട് നോക്കരുത്. സമരങ്ങളെല്ലാം സമാധാനപൂർവ്വം തന്നെയാണ്. ഞങ്ങളെ അല്ലാതെ കൊണ്ട് ആരെയും ഉപദ്രവിക്കാനോ ശല്യപ്പെടുത്താനോ അല്ല. നീതി വേണം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കണം. അവരുടെ മേൽ കുതിര കയറാനായിട്ട് ഇടയാകരുത്. ഏറെ ഞെരുങ്ങി ജീവിക്കുന്ന മനുഷ്യരാണ്. അവരെ കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യം. പകൽ പോലെ വിളിച്ചു. അതുകൊണ്ട് കുറച്ചുകൂടെ മനുഷ്യത്വത്തോടെയൊക്കെ പെരുമാറാനായിട്ട് സാധിക്കണം. നിങ്ങളും മനുഷ്യരല്ലേ? ഈ മുകളിലിരിക്കണ കുരങ്ങാണോ? മനുഷ്യനായിട്ട് ജീവിക്കണം. മനുഷ്യത്വം കിട്ടുപോകരുത്. കാടത്വം അവസാനിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾക്കില്ലേ അമ്മമാരും പെങ്ങന്മാരും കുടുംബമൊക്കെ ഇല്ലേ? അതുകൊണ്ട് നാട്ടിൽ സമാധാനം ഉണ്ടാവണം. മര്യാദയ്ക്ക് ജീവിക്കാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടാവണം. ഞങ്ങളാരും അതിക്രമിച്ച് കയറിയിരുന്നല്ല. അതിക്രമിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് വഴിയുണ്ടല്ലോ തിരുത്താനായിട്ട്. ആ വഴി വരട്ടെ. അതുകൊണ്ട് കുറേ കൂടെ മാന്യതയൊക്കെ പാലിക്കണം. ഞാൻ കുറച്ച് വനമേഖലയിലൊക്കെ ആയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ DF ഓഫീസ് വാര്യത്ത് കൊണ്ട് വെക്കണം, അല്ലെ ഉറിയംപെട്ടി കൊണ്ട് വെക്കണം. അപ്പോഴാണ് വനത്തിൻ്റെ സുഖം അറിയാതെ. ഈ വനത്തോട് ചേർന്ന് നിൽക്കാൻ മനുഷ്യരെ ദ്രോഹിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ. വനത്തിൽ പോയി ജീവിക്കുക. ആ മൃഗങ്ങളുടെ സുഖം ഒന്ന് അനുഭവിക്കണം കേട്ടോ. അനുഭവിക്കണം. തെങ്ങ് കാശാൽ മുകളിൽ കൂടെ മലയെണ്ണാൻ വരും, കുരങ്ങും വരും. താഴെ കൂടെ കാട്ടുപന്നിയും വരും, മുള്ളം പന്നിയും വരും. ആന ഇഷ്ടംപോലെ ഇറങ്ങി വരും. തൊട്ടാ കുഴപ്പമാണ്. കാട്ടിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങിയാൽ വനപാലകരുടെ പേരിൽ നടപടി ഉണ്ടാകും. വനത്തിനുള്ളിൽ മൃഗങ്ങളെ സംരക്ഷിക്കാനായിട്ട് വനപാലകർക്ക് സാധിക്കണം. ഇത്രയും ഓഫീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ. സ്ട്രെങ്ത് കുറവൊന്നുമല്ല. ഒരു കാലത്ത് സ്ട്രെങ്ത് ഇല്ലായിരുന്നു. ഇന്ന് സ്ട്രെങ്ത് ഉണ്ട്. പണിയെടുക്കണം. നാട്ടുകാരുടെ മേൽ കുതിര കയറി പണിയെടുക്കുന്നതല്ല, വനം സംരക്ഷിച്ച് പണിയെടുക്കണം. മൃഗങ്ങളെ നിർത്തേണ്ടടുത്ത് നിർത്താനായിട്ട് സാധിക്കണം. നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെ നാട്ടുകാർ ഉപദ്രവിച്ചാൽ അവരുടെ മേലല്ല നിങ്ങളുടെ നിയമം കൊണ്ടുവരേണ്ടത്. അത് മൃഗങ്ങളെ നിർത്താത്ത നിങ്ങളുടെ മേലാണ് വരേണ്ടത്. നിങ്ങളാണ് കൾപ്രിറ്റ്സ്, കുറ്റക്കാര്, ജനങ്ങളല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള നിയമങ്ങളുടെ മാറ്റിയേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടുകളുണ്ടാവും, ജനകീയ മുന്നേറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് കൂടുതൽ കുതിരകാലം വന്ന അവസാനം ഞങ്ങൾ നിയമം കയ്യിലെടുക്കേണ്ടി വരും കേട്ടോ സാർമാരെ. രക്ഷയില്ലാതെ തന്നെ നീർക്കോലിയും കടിക്കുമെന്ന് പറയും അല്ലേ? അതുകൊണ്ട് അളമുട്ടിയ ചേരയും കടിക്കും. വിഷമിപ്പിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ഞെരുക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ പോരരുത്. നമുക്ക് ജീവിക്കണം, മാന്യമായിട്ട് ജീവിക്കണം. അധ്വാനിച്ചാണ് ജീവിക്കുന്നത്, വെറുതെ ഒന്നുമല്ല. ചോര നീരാക്കി തന്നെ ഇവിടെയുള്ള മനുഷ്യർക്ക് ജീവിക്കുന്നത്. കഠിനാധ്വാനം ചെയ്താണ് ജീവിക്കുന്നത്, ഞെരുങ്ങിയാണ് ജീവിക്കുന്നത്. അത് കണ്ടില്ല എന്നൊക്കെ കാണാൻ നിങ്ങൾക്ക് കണ്ണിൽ ചോരയില്ലേ? ഇത്രയും നെറുകെട്ടവരാണോ നിങ്ങളൊക്കെ? മനുഷ്യത്വം കിട്ടുപോയോ? അതുകൊണ്ട് മനുഷ്യനായിട്ട് ജീവിക്കാനെങ്കിലും പഠിക്കുക. ഞങ്ങളുടെ ഈ സമരം സഹന സമരം ഈ ജനത്തിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ കൂടിയാണ്. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, നല്ലപോലെ ജീവിച്ചാൽ ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കും, ബഹുമാനിക്കും. അതല്ല കുതിര കയറാനെ വരുന്നെങ്കിൽ തിരിച്ച് ഞങ്ങൾക്കും അറിയാം. കൈയും കാലമുള്ള മനുഷ്യരാണ് ഞങ്ങളൊക്കെ. വേണ്ടി വന്നാൽ അത്യാവശ്യമൊക്കെ ഞങ്ങൾ ഒത്തുചേർന്നാൽ ചിലതൊക്കെ ചെയ്യാൻ സാധിക്കും. ആനക്കുളത്ത് കണ്ടില്ലേ? അതുകൊണ്ട്
സാധാരണക്കാരനായിട്ട് പീഡിപ്പിക്കുന്ന രീതിയൊക്കെ അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ ജോലി മാന്യമായിട്ട് ചെയ്യാനുള്ള കാര്യം നോക്കാം. ഒരു കാലത്തുണ്ടായിരുന്നു ഈ കാടൊക്കെ വെട്ടി കയറുന്നത്. ഇന്ന് ആരാ കാട് വെട്ടി കയറുന്നത്? ഇവ കുരിശിരിക്കുന്നിടത്ത് ജണ്ട എവിടെ കിടക്കുന്നത്? 700 മീറ്റർ അകലെയാണ് ജണ്ട കിടക്കുന്നത്. 700 മീറ്റർ അകലെ ജണ്ട കിടക്കുന്നു. അതിന്റെ ഇത്രയും ദൂരെയാണ് കുരിശ് വന്നിരിക്കുന്നത്. ജനവാസ മേഖലയാണ്. അവിടെ ഈ പറഞ്ഞ 19 വർഷം പഴക്കമുള്ള തെങ്ങ് നിൽപ്പുണ്ട്. നമ്പറിട്ട വീടുണ്ട്. അവിടെ EMS ഭവന നിർമ്മാണ പദ്ധതിയിൽപ്പെട്ട വീടുണ്ട്. കറണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാം ഉള്ള സ്ഥലത്താണ് ഇത് വെച്ചത്. അവർ തന്ന സ്ഥലത്താണ്. അവർ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ വാങ്ങിച്ച് പൊക്കി എടുത്തുകൊണ്ട് പോവുക. കളരിക്കപ്പെട്ടണമാണ്. അതുകൊണ്ട് മര്യാദ വേണം. മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ വെറുതെ ശല്യപ്പെടുത്താൻ വരരുത്. കടിക്കാത്ത പട്ടിയുടെ വായി കൂലിട്ട് കടി മേടിക്കാൻ നോക്കരുത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഒരിക്കലും അക്രമത്തിന്റെ വഴിയല്ല, സമാധാനത്തിന്റെ വഴിയാണ്. അവർ മാന്യതയുടെ മേഖല അത് വിട്ടുകളയുന്നു. അപ്പൊ നിങ്ങൾ ചെയ്യണം. ഈ മനുഷ്യർക്ക് വേണ്ടി ഇതൊക്കെ. മനുഷ്യന് കൊള്ളാത്തൊരു നിയമം നാട്ടിൽ വന്നാൽ ശരിയാവില്ല. മനുഷ്യന് വേണ്ടിയായത് മുഴുവൻ എല്ലാം നമ്മൾ വനം സംരക്ഷിക്കുന്നതിന് മനുഷ്യന് വേണ്ടിയാണ്. അപ്പൊ മനുഷ്യനെ അവഗണിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് ഞങ്ങൾ ശക്തിയുക്ത എതിർക്കുക. സ്ലോവാക്കിയയിൽ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു കരടി ഇറങ്ങി ഒരു മനുഷ്യനെ കൊന്നു. അവിടെയുള്ള 2/3 ഭാഗം കരടികളെ ഗവൺമെന്റ് വെടിവെച്ച് കൊന്നു. സർക്കാരിന് ആർജവത്വം വേണം, ജനങ്ങളോട് സ്നേഹം വേണം, നാടിനോട് കൂറ് വേണം, വികസന സ്വപ്നം വേണം. ഇത് കള്ളുവീറ്റും പിന്നെ ലോട്ടറി ചീറ്റും ജീവിക്കുന്ന സർക്കാർ പിന്നെ ദേശീയതയ്ക്ക് പോകാൻ പാടില്ല. അതിൽ നല്ലതല്ലേ? അതുകൊണ്ട് ഗതികെട്ട സർക്കാർ. അതുകൊണ്ട് മനുഷ്യനെ മാന്യമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഗവൺമെന്റ് ഭാഗത്തൊന്നുമില്ല, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ മര്യാദയ്ക്ക് അടങ്ങിയതൊക്കെ എവിടെയെങ്കിലൊക്കെ ജീവിക്കുന്നതായിരുന്നു. വെറുതെ വഴിയിലേക്ക് തെരുവിലേക്ക് നിറക്കാൻ നോക്കരുത്. ആത്മാർത്ഥമായിട്ട് പറയാം. മുന്നറിയിപ്പുകളൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ വിലയിരുത്തിയൊക്കെ എടുത്തോളണം. സമരത്തിന് എങ്ങനെയൊക്കെ സംഘടിപ്പിക്കണം എന്നൊക്കെ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സമരം നിങ്ങൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. ശക്തമായ മുന്നറിയിപ്പ്. ഞങ്ങളുടെ സഹന സമരമാണ്, ഞങ്ങളുടെ നിലനിൽപ്പിന്റെ സമരമാണ്. കുടുംബങ്ങൾ ഇവിടെ ജീവിക്കണം. നിങ്ങളിപ്പോൾ ഒരു കുരിശെടുത്തു വന്ന ഒരു വിഷയം, കുരിശിന്റെ അടയാളമാണ്. അത് എടുത്തുകൊണ്ട് പോയി ഒന്നും സംഭവിക്കാൻ പോകും. പക്ഷേ അവിടെയുള്ള മനുഷ്യർക്ക് അവിടെ ജീവിക്കണം. അവിടെയുള്ള മനുഷ്യർക്ക് ജീവിക്കണം. അവരുടെ ജീവനും സ്വത്തിനും ഉറപ്പ് വേണം. ഇത് പിടിച്ചാൽ നാളെ അടുത്ത സ്ഥലത്തേക്ക് കയറില്ലേ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. പക്ഷേ ഞങ്ങളൊക്കെ പ്രതികരിക്കുന്നതിന്റെ പ്രധാന കാര്യം അത് തന്നെയാണ്. ഈ മനുഷ്യർക്ക് ജീവിക്കണം. അതുകൊണ്ട് നിങ്ങൾ കുരിശ് എത്ര വേണം കൊണ്ട് ഇനിയും വേണം കുരിശുണ്ടാക്കി തരാം. കൊണ്ടുപോകും. എത്ര കുരിശ് വേണമെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് തുടർന്ന് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് അവരുടെ നിലപാടെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും. വിട്ടുവീഴ്ചയില്ലാതെ അത് നമ്മൾ ഉറപ്പിക്കുന്നു.